ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66-ന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ദേശീയപാത 66-ന്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ്. ബോംബെ പൻവലിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഈ ദേശീയപാത 66 കേരളത്തിൽ കൂടെ സഞ്ചരിച്ചിട്ട് തിരുവനന്തപുരത്ത് അവസാനിക്കുന്നത്. അതിൽ ഏറ്റവും വേഗതയിൽ പണികൾ പൂർത്തിയാക്കിയ റീച്ചിലാണ് നമ്മളുള്ളത്, തലപ്പാടി മുതൽ ചെങ്ങള വരെ. അതിൽ കേരളത്തിൻ്റെ അഭിമാനം സൗത്ത് ഇന്ത്യയിലെ ഒറ്റത്തൂണിലെ 6 വരി പാലം വന്നിരിക്കുന്നത് ഈ റീച്ചിലാണ്, കാസർഗോഡ് ടൗണിൽ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാസർഗോഡ് റീച്ചിൽ വന്ന ഓരോ മാറ്റങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ട് കാണുന്നതാണ്. റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും കുറച്ച് ചെറിയ വർക്കുകൾ മാത്രമേ പല സ്ഥലത്തും ഭാഗികമായിട്ട് നടത്താനുള്ളൂ. ബിൽഡിങ് പൊളിച്ച് മാറ്റാനുണ്ട്, അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ബാക്കി എല്ലാ പണികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ ഓരോ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പണികൾ നടക്കുന്നതുകൊണ്ട് ഡൈവേർഷൻ ഉണ്ട്. അതുകൊണ്ട് 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുക, സർവീസ് റോഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുക എന്നുള്ളത്. 6 വരിപ്പാതയോടനുബന്ധിച്ചുള്ള എല്ലാ സൈൻ ബോർഡും സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ഒരു ബിൽഡിംഗ് പൊളിച്ച് മാറ്റാനുണ്ട് നമ്മളെ കാസർഗോഡ് ടൗണിൽ. അതുകൂടാതെ കുറച്ച് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കും നടക്കാനുണ്ട്. എന്നാലും റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒറ്റത്തൂണിലെ 6 വരി പാലം എന്ന് പറയുമ്പോൾ പലർക്കും സംശയമുണ്ടാവും, ഇതിനേക്കാളും നീളമുള്ള പാലമുണ്ടല്ലോ എന്ന്. പക്ഷേ ഈ പാലത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റത്തൂണിൽ ബോക്സ് ഗാർഡർ സ്ഥാപിച്ചിട്ടാണ് ഈ 6 വരി പാലം നിർമ്മിച്ചിരിക്കുന്നത്. കോയമ്പത്തൂർ അവിനാശി റോഡിലുണ്ട് ഇതേപോലെ ഏകദേശം 11 കിലോമീറ്റർ വരുന്ന ഒറ്റത്തൂണിലെ 4 വരി പാലമാണ്. അതും ബോക്സ് ഗാർഡർ പ്രീകാസ്റ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. KNRC ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൈസൂർ ബാംഗ്ലൂർ റോഡിലുണ്ട് ഇതേമാതിരി ഒറ്റത്തൂണിലെ പാലം. പക്ഷേ ഇത്ര നീളമില്ല എന്നർത്ഥം. ഇതിൻ്റെ നീളം ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് 1.13 കിലോമീറ്റർ ആണ്. കരണ്ടക്കാട് ഫയർ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് കാസർഗോഡ് ടൗണും കറങ്ങിയിട്ടാണ് നുള്ളിപ്പാടി ഭാഗത്താണ് ഈ ഫ്ലൈ ഓവർ അവസാനിക്കുന്നത്. അങ്ങനെ കാസർഗോഡ് ടൗണിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരമായിരിക്കുകയാണ്. മുകൾ ഭാഗത്തു കൂടെ വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഈ കാസർഗോഡ് ടൗണിൽ ഇതിൻ്റെ ഈ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്ന സമയത്ത് നല്ല ഗതാഗതക്കുരുക്കായിരുന്നു. പക്ഷേ പണികൾ പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ നിങ്ങളായിക്കൂടെ യാത്ര ചെയ്ത് നോക്കൂ, എന്ത് സുഗമമായിട്ടാണ് വാഹനങ്ങളായിക്കൂടെ കടന്നു പോകുന്നത്. പിന്നെ ഇതിനു മുൻപ് നമ്മൾ സബ്സ്ക്രൈബറും ഫോളോവറും ചോദിച്ചിരുന്നു, എങ്ങനെയാണ് നമ്മൾ തലപ്പാടി ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് മാലിക് ദിനാർ പള്ളിയിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ കരണ്ടക്കാട് ഫ്ലൈ ഓവർ എത്രയും മുമ്പ് ഒരു എക്സിറ്റ് ഉണ്ട്. ആ എക്സിറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബോർഡ് കാണും. ഇവിടുന്ന് ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ നേരെ റൈറ്റിലേക്കാണ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് റോഡ് ഉള്ളിലേക്കാണ് പോകുന്നുണ്ട്. അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ മാലിക് ദിനാർ പള്ളിയിലേക്ക് എത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കരണ്ടക്കാട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ നിന്നാണ് ഈ ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ ഈ പാലം ഒറ്റത്തുണിലായതുകൊണ്ട് ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് ഇവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം മെയിനായിട്ടുള്ള പാർക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഇനി ഫുഡ് കോർട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ സർവീസ് റോഡ് അത്യാവശ്യം നല്ല വീതിയുണ്ട്. 2 വരി പാതയാണ് ഓരോ ഭാഗത്തും ഉള്ളത്. നോക്കിയാൽ നിങ്ങൾ എന്ത് സ്റ്റൈലായിട്ടാണ് ഈ ഫ്ലൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ തൂണനെ നോക്കിയാൽ നിങ്ങൾ ഒരു പക്ഷി ഇങ്ങനെ പറക്കാൻ നിൽക്കണ മാതിരിയില്ലേ, അതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബോക്സ് ഗാർഡറൊക്കെ നോക്കിയാൽ നിങ്ങൾ എന്തൊരു ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അടിഭാഗത്തു നിന്ന് വെള്ളം കടന്നു പോകാൻ വേണ്ടി പാലത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് വെള്ളം താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കരണ്ടക്കാട് കേട്ടോ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, കാസർഗോഡ് ടൗണ് എന്ന് വെച്ചാൽ ജംഗ്ഷൻ്റെ അവിടെ ഒരു ചെറിയ ഒരു ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഒരു അണ്ടർപാസ് വന്നിട്ട് 2 ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പോകുന്നതെങ്കിൽ ആ 2 ഭാഗത്തുമുള്ള കടക്കാരുടെ ഒരവസ്ഥ, അതുപോലെ തന്നെ അവിടെ വരുന്ന ഉപഭോക്താക്കൾ കസ്റ്റമേഴ്സ് എവിടെ വാഹനം നിർത്തും. ഇപ്പോൾ നോക്കിയേ, ഇത് ഒരു ഒറ്റത്തൂണിലെ ഫ്ലൈ ഓവർ ആയതുകൊണ്ട് ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് പാർക്കിങ്ങിനൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഭാവിയിൽ ഇവിടെ പല പല സംവിധാനങ്ങളും ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് വരുന്നതുമാണ്. അതുകൊണ്ടാണ് ദേശീയപാത 66 നിർമ്മാണ സമയത്ത് പല ടൗണുകളിലും ഇതുപോലെയുള്ള ഫ്ലൈ ഓവർ വരണമെന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. കാരണം ഒന്നാമത് കച്ചവട സ്ഥാപനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരു ചെറിയ അണ്ടർപാസ് വന്നിട്ട് 2 ഭാഗത്തും മണ്ണിട്ടുയർത്തി വലിയ മതിൽ പോലെ ഒരു റോഡ് പോകുന്ന സമയത്ത് 2 ഭാഗത്തേക്ക് ജനങ്ങൾക്ക് പോകാനും സാധിക്കുന്നില്ല. ഇപ്പോൾ ഇതാണ് കാസർഗോഡ് ടൗണ്. കാസർഗോഡ് ഫ്ലൈ ഓവർ വന്നതോട് കൂടിയിട്ട് കാസർഗോഡ് ബസ് സ്റ്റാൻഡിൻ്റെ കവാടും അടിപൊളിയാക്കി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാസർഗോഡ് 100% റോഡിൻ്റെ പണികൾ പൂർത്തിയായി. ഇനി കുറച്ച് അല്ലറ ചില്ലറ പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒന്ന് പെയിൻറ്റിങ് വർക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജ് കഴിഞ്ഞിട്ട് ഇൻ്റർലോക്ക് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റേതായ കുറച്ച് വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ സ്ഥലത്തും വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നുള്ളിപ്പാടി എന്ന സ്ഥലം. ഇവിടെ വന്നിട്ടാണ് ഫ്ലൈ ഓവർ അവസാനിക്കുന്നത്. 1.13 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. അപ്പോൾ ഇതാണ് കാസർഗോഡ് ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇതിൻ്റെ മുൻഭാഗത്ത് കൂടെയാണ് ഈ ഫ്ലൈ ഓവർ ഇങ്ങനെ കടന്നു പോകുന്നത്. കാസർഗോഡ് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് കൂടെ തലപ്പാടി മുതൽ ചെങ്കള വരെ 39 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. നിങ്ങൾക്കറിയാം, കാസർഗോഡ് ടൗൺ അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കും ഇഷ്ടംപോലെ കച്ചവട സ്ഥാപനം ഉള്ളൊരു ടൗണാണ് കാസർഗോഡ് ടൗൺ. അതിൻ്റെ ഹൃദയഭാഗത്ത് കൂടെയാണ് ഇതുപോലെയുള്ള ഒറ്റത്തൂണിലെ 6 വരി പാലത്തിൻ്റെ നിർമ്മാണം ഊരാളുങ്കൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പുള്ള കാസർഗോഡ് ടൗൺ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. നല്ല ഗതാഗതക്കുരുക്കാണ്. അതിനൊക്കെ ബദലായിട്ട് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എല്ലാവരും ഒന്ന് പ്രാഗിയിട്ടുണ്ടാവും, കാരണം ഇതിൻ്റെ പണികളൊന്ന് കഴിയട്ടെ എന്നത്. പക്ഷേ ഇന്ന് പണി പൂർത്തിയാക്കിയപ്പം നിങ്ങൾ അതിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാസർഗോഡ് ഒറ്റത്തൂണിലെ 6 വരി പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യ ഘട്ടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് പ്ലേ ലിസ്റ്റിൽ കാസർഗോഡ് എന്നുണ്ടാവും കേട്ടോ. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒറ്റത്തൂണിലെ 6 വരി പാലത്തിൻ്റെ നിർമ്മാണം നടന്നത്, അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു ഈ നിർമ്മാണം നടക്കുമ്പം ഈ പ്രദേശം ഉണ്ടായിരുന്നത് എന്നുള്ളത്. രാത്രി കാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കാസർഗോഡ് ജംഗ്ഷനിൽ ഒരു ഡിവൈഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇതിലൊക്കെ പുല്ല് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. നോക്കിയാൽ നിങ്ങൾ എത്രങ്ങാനും വാഹനങ്ങളാണ് ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നത്. ഇത്രയും തിരക്കുണ്ടായിരുന്ന ഒരു ടൗണിൽ ആണ് ഇതുപോലുള്ള ഒരു 6 വരി പാലത്തിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് കയറിയ സമയത്ത് ഒരു കാറ്റൈ കണ്ടുട്ടോ. അത് കാറ്റൈ എന്ന് പറയാൻ പറ്റില്ല. ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സോളാറിൽ പ്രവർത്തിക്കുന്നതാണ്. രാത്രി കാലങ്ങളിൽ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഞാൻ വീഡിയോ എടുക്കാൻ വന്ന ദിവസം ഇവിടെ ഫ്ലൈ ഓവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല സുഖമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി നിങ്ങൾ കാർമേഘം ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെർജിംഗ് പോയിന്റിൽ സ്ഥാപിച്ച ക്യാമറകളുടെ ട്രയലൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ യെല്ലോ റഡാർ ഡിസ്പ്ലേ സ്ക്രീനൊക്കെ ഉണ്ട്. അതിൻ്റെ ക്യാമറകളൊക്കെ വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തുടർച്ചയായ വെള്ള ലൈനുള്ള സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത് കേട്ടോ. കുറച്ച് ഗ്യാപ്പിട്ട ലൈനിലുള്ള സ്ഥലത്ത് മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ കുറച്ച് ക്ഷമയോടെ കൂടി നിങ്ങൾ യാത്ര ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടോ? ഞാൻ ഈ ഭാഗത്ത് വന്നപ്പം ഒരു ബോർഡ് കണ്ടു. എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കട്ടെ. അപ്പോൾ ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. സൈൻ ബോർഡുകളൊക്കെ സ്ഥാപിച്ചു തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ യെല്ലോ ബോക്സ് വരച്ചിട്ടുണ്ട്. മെർജിംഗ് പോയിന്റിലൊക്കെ അധികം വളവുള്ള സ്ഥലത്താണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ വളവുകൾ വരുന്ന സ്ഥലത്ത് അവിടെ സൈൻ ബോർഡ് ഉണ്ടാവും. എത്ര കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അതൊക്കെ നോക്കിയിട്ട് നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായി യാത്ര ചെയ്യുക 6 വരി പാതയിൽ കൂടെ. ഓരോ ദിവസവും കേരളത്തിൽ ഇഷ്ടം പോലെ വാഹനങ്ങളാണ് റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗതാഗതക്കുരുക്കും അതിനോടനുബന്ധിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഡുകൾ പല സ്ഥലത്തും 4 വരി പാതയാണ്. ഇപ്പോൾ 6 വരി പാത യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാം വളരെയധികം പ്രതീക്ഷയിലായിരുന്നു 2025 അവസാനത്തോടു കൂടിയിട്ട് കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന ദേശീയപാത 66 കൂടെ പൂർണ്ണമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. പണികൾ നല്ല വേഗതയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. കാരണം പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെയാണ് മഴ വന്നിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ട് പല പ്രശ്നങ്ങളും നിർമ്മാണം പൂർത്തിയാക്കിയ ഭാഗങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് 2025 അവസാനത്തോട് കൂടിയിട്ട് 3 ജില്ലകളിലെ റീച്ചുകൾ മാത്രമേ തുറന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. മലപ്പുറം ജില്ലയിലെ 2 റീച്ച് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെയും 6 വരി പാതയുടെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. KNRCയിലാണ് വർക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ബൈപ്പാസ് 28 കിലോമീറ്റർ വരുന്നത് രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ ഫുൾ പണികളും കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗത്തുള്ള പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞിട്ട് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ തലപ്പാടി മുതൽ ചെങ്ങള വരെയുള്ള റീച്ച് കേട്ടോ. അതിൽ 6 വരി പാതയിൽ കൂടെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഏകദേശം 110 കിലോമീറ്ററോളം യാത്ര ചെയ്യാം. മലപ്പുറം തൃശ്ശൂർ ജില്ലാ അതിർത്തിയായ കാപ്പരിക്കാട് മുതൽ വെങ്ങളം വരെ. അപ്പോൾ ഇതാണ് വിദ്യാനഗർ ഭാഗത്ത് ഒരു പെഡസ്ട്രിയൻ ബ്രിഡ്ജ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരിയാണ് നമ്മളെ കേരളത്തിലെ ദേശീയപാത 66 പല സ്ഥലങ്ങളിലും പെഡസ്ട്രിയൽ ബ്രിഡ്ജ് വരാൻ പോകുന്നത്. കോഴിക്കോട് ബൈപ്പാസിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് പെഡസ്ട്രിയൽ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ മലപ്പുറത്തെ 2 റീച്ചിലും ഇതുവരെയായിട്ടും ഒരു സ്ഥലത്തും പെഡസ്ട്രിയൽ ബ്രിഡ്ജിൻ്റെ വർക്ക് നടന്നിട്ടില്ല. അവിടുത്തെ ജനങ്ങൾ പല സ്ഥലത്തും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വരുമെന്ന് പറയുന്നു. എന്നാണ് ഇത് തുടങ്ങുന്നതെന്ന് അറിയില്ല കേട്ടോ. ഈ പെഡസ്ട്രിയൽ ബ്രിഡ്ജ് വന്നുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഭാഗത്തുമുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അണ്ടർപാസ് അല്ലെങ്കിൽ ഓവർപാസ് ആശ്രയിക്കേണ്ടി വരുന്നതാണ്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇതുപോലെയുള്ള പെഡസ്ട്രിയൽ ബ്രിഡ്ജ് പല സ്ഥലത്തും വേണമെന്ന് ആവശ്യപ്പെടുന്നത്?
ഇപ്പോൾ ഈ കാസർഗോഡ് ഭാഗത്ത് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, കരണ്ടക്കാട് നിന്ന് തുടങ്ങുന്ന 6 വരെ ഫ്ലൈ ഓവർ അവസാനിക്കുന്ന നുള്ളിപ്പാടി ഭാഗത്താണ്. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി സൗകര്യമുണ്ട്. പക്ഷേ നുള്ളിപ്പാടി കഴിഞ്ഞിട്ട് പിന്നീട് വിദ്യാനഗർ വരെയുള്ള ഭാഗത്തുള്ള ജനങ്ങൾക്ക് 2 ഭാഗത്തേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഒരു പെഡസ്ട്രിയൽ ബ്രിഡ്ജ് ഇവിടെ വന്നുകൊണ്ട് വളരെ നന്നായി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ നേരെ മുന്നോട്ട് പോയിട്ട് വിദ്യാനഗർ അണ്ടർപാസ് ഉണ്ട്, അവിടം വരെ പോകണം. അത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ മെർജിംഗ് പോയിന്റിൽ ട്യൂബുലർ മാർക്കർ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ മലപ്പുറം ജില്ലയിൽ കണ്ട അത്ര പരിക്കൊന്നും ഈ ഭാഗത്തുള്ള ട്യൂബുലർ മാർക്കറിനില്ല. ഇനി ഈ സൈൻ ബോർഡ് നോക്കി നിങ്ങൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കാസർഗോഡ് മെഡിക്കൽ കോളേജ്, പിന്നെ അടുത്ത് നോക്കിയാൽ കൊച്ചിൻ പോർട്ട് 379 കിലോമീറ്റർ. മുംബൈ പൻവലിൽ നിന്ന് തുടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ദേശീയപാത 66 രാത്രി കാലങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഏറ്റവും കൂടുതൽ ലോജിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കണ്ടെയ്നർ ലോറികളായിരിക്കും ഇതിൽ കൂടെ കടന്നു പോകുക എന്നുള്ളത്. തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മളെ കൊച്ചി വല്ലാർപാടം ടെർമിനലിൽ നിന്നുമൊക്കെ വലിയ വലിയ കണ്ടെയ്നറുകൾ നേരെ ബോംബെ ഭാഗത്തേക്ക് ഇതിൽ കൂടിയാണ് ഇനി യാത്ര ചെയ്യാനുള്ളത്. അപ്പോൾ ഈ റോഡ് യാഥാർത്ഥ്യമാവുന്നതോട് കൂടിയിട്ട് ചരക്ക് ഗതാഗതവും വളരെ സുഗമമാകാൻ പോവുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം 2026 അവസാനം അല്ലെങ്കിൽ 2027 പകുതിയോടെ മാത്രമേ നമ്മുടെ ദേശീയപാതയുടെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുകയുള്ളൂ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണട്ടോ. അല്ലെങ്കിൽ പിന്നെ പണികൾ പൂർത്തിയായ ഭാഗങ്ങൾ, ഇപ്പം ഏകദേശം 3 ജില്ലകളിലെ പണികൾ പൂർത്തിയായില്ല, അതിങ്ങനെ തുറന്നു കൊടുത്തിട്ടില്ല. അതേമാതിരി പല ഭാഗത്തും തുറന്നു കൊടുക്കേണ്ടി വരും. പൂർണ്ണമായിട്ട് പണികൾ പൂർത്തിയായ റോഡിൽ എല്ലാ സ്ഥലത്തും സൈൻ ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ VMS സൈൻ അതും സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ നിങ്ങൾ, ഇതാണ് VMS സൈൻ ഡിസ്പ്ലേ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഡ്രൈവ് ഓൺ സേഫ് സ്പീഡ്, ഫാസ്റ്റൻ സീറ്റ് ബെൽറ്റ് വൈൽ ഡ്രൈവിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിതിലിങ്ങനെ തെളിഞ്ഞു വരും. ഇതിവിടെ മാത്രമൊന്നുമല്ല, എല്ലാ ദേശീയപാതകളിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബോർഡുകൾ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ പണ്ട് 4 വരിപ്പാതയിൽ കൂടെയാണ് കേരളത്തിൽ സഞ്ചരിച്ചിട്ടുള്ളത്. 6 വരിപ്പാത ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ട്രാഫിക് നിയമങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ആദ്യത്തെ ലെയിൻ, അത് 80 കിലോമീറ്റർ വേഗത അല്ലെങ്കിൽ സ്ലോ സ്പീഡ് വെഹിക്കിൾസ്, ഹെവി വെഹിക്കിൾസ്. രണ്ടാമത്തെ ലെയിൻ എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വാഹനങ്ങൾക്ക് പോകാനുള്ളതാണ്. മൂന്നാമത്തെ ലെയിൻ എപ്പോഴും ഒഴിച്ചിടണം എന്നാണ് പറയുന്നത്. കാരണം എമർജൻസി വെഹിക്കിൾ, ആംബുലൻസ്, ഫയർഫോഴ്സ് അങ്ങനത്തെ വാഹനങ്ങൾക്ക് പോകാനുള്ളതാണ്. ഇൻ കേസ് നിങ്ങൾ 3ാമത്തെ ട്രാക്കിൽ കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇൻഡിക്കേറ്റർ എടുത്തിട്ട് 2ാമത്തെ ട്രാക്കിൽ വരണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ എക്സിറ്റ് ഉള്ള സ്ഥലത്താണ് എൻട്രി എടുത്ത് പോകുന്നത് ഈ വാഹനം. അങ്ങനെ ഒരിക്കലും ചെയ്ത് തൊട്ടടുത്ത് തന്നെ ക്യാമറ ഉണ്ട്. പിന്നെ ബൈക്ക്, ഓട്ടോ, ട്രാക്ടർ ഇതിൻ്റെ മുകൾ ഭാഗത്ത് അനുവദനീയമല്ല, അതൊക്കെ ശ്രദ്ധിക്കണം. കണ്ടോ, ഇവിടെ ബോർഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യത്തെ ലൈൻ 80 കിലോമീറ്റർ വേഗത, രണ്ടാമത്തത് 100 കിലോമീറ്റർ വേഗത, മൂന്നാമത്തത് ഓവർടേക്കിംഗ് ലൈൻ എന്നുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിയമങ്ങൾ പാലിച്ചിട്ട് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക. അതുകൂടാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലും നമ്മൾ യാത്ര ചെയ്യരുത്. പിന്നെ 100 കിലോമീറ്റർ വേഗതയാണ് ദേശീയപാത 66 പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾ പോകരുത്. അതിൻ്റെ മുകൾ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ റോഡിന് കുറുകെ യെല്ലോ റഡാർ ഡിസ്പ്ലേ ക്യാമറ ഉണ്ട്. അത് നിങ്ങളുടെ സ്പീഡ് തെളിയുന്നതായിരിക്കും. ചുവപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാസർഗോഡ് ജില്ലയിലെ ഒറ്റത്തൂണിലെ 6 വരി പാലത്തിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.